ജയിലിൽ നിന്ന് ഇന്ന് റിലീസാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ ഹൃദയം ഉച്ചത്തിൽ കരഞ്ഞു. പുറത്ത് അജി മുഖം താഴ്ത്തി കാറിനടുത്ത് നിൽക്കുന്നുണ്ട്. ത്രിലോക് അവൻ്റെ അരികിലേക്ക് നടന്നു. കൺഫേം ആണോ? ത്രിലോക് ചോദിച്ചു. അജി അതേന്ന് തലയാട്ടി. കാർ നേരെ പോയത് താനും വൈദും ഒരുമിച്ച് താമസിച്ച വീട്ടിലേക്കാണ്. നീല ഷീറ്റ് മുകളിലേക്ക് വലിച്ചു കെട്ടിയത് കണ്ടപ്പോഴേ ത്രിലോക് തളർന്നു. 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികമാരുമില്ല. അടുത്ത ചില ബന്ധുക്കൾ മാത്രം. ഇടറുന്ന കാലുകളോടെ അവൻ ഇറങ്ങി. അജി വേഗം വന്ന് അവൻ്റെ തോളിൽ പിടിച്ചു. അപ്പച്ചി നിറകണ്ണുകളോടെ മുഖം താഴ്ത്തി. അവൻ അകത്തേക്ക് കയറി. ഹാളിൽ തന്നെ ചുമരിൽ ചാരി വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖം. അവൾ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. ആ കണ്ണുകൾക്ക് ജീവനില്ലേ? ഫോട്ടോയ്ക്ക് താഴെ പല പൂക്കൾ വിതറിയേക്കുന്നു. അവളെ അണിയിച്ച ഈ മാല തന്നെയല്ലേ അന്ന് കല്യാണത്തിന് ചാർത്തിയ പൂമാല? ത്രിലോക് ഇടറി. അവൻ ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകുത്തിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. കാഴ്ചയെ മറിച്ചു. ഒന്ന് കാണിക്കായിരുന്നില്ലടാ? ത്രിലോക് ഇടർച്ചയോടെ അജിയെ നോക്കി. കാണാനൊന്നുമില്ല ഇതല്ലാതെ. അജി അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത അവളുടെ താലിമാല അവൻ്റെ കയ്യിലേക്ക് തണുപ്പ് പകർത്തി. വൈദുവിൻ്റെ അമ്മ ഉറക്കെ കരഞ്ഞു. ഒന്ന് കരയടാ. മനസ്സ് തുറന്ന് അജി അവൻ്റെ ഒപ്പം ഇരുന്നു. കരയും. പക്ഷെ ഇപ്പോഴല്ല. എൻ്റെ വൈച്ചുവിനെ ആരാണ് ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടത്? അവർ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ അല്ല, അവർ പറഞ്ഞു വിടുമ്പോൾ. അപ്പോൾ ഞാൻ കരയും. ത്രിലോക് ക്രൂരമായി ചിരിച്ചു. അജി അവനെ ഉറ്റുനോക്കി. ഇതെല്ലാം കണ്ടു നിന്ന രേഷ്മയും സിമിയും ഉമിനീരിറക്കി. ത്രിലോക് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. 6 മാസം കൊണ്ട് തലമുടി കാട് പോലെ വളർന്നിട്ടുണ്ട്. അവൻ്റെ മുറി പൂട്ടിയിരിക്കുകയാണ്. അജി വേഗം വന്ന് മുറി കീ ഉപയോഗിച്ച് തുറന്നു തന്നു. മുറിയിൽ കയറിയതും അവളുടെ മണം. ത്രിലോക് കണ്ണുകൾ അടച്ചു. ഓഫീസിലേതോ തിരക്കിട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രസൻറ്റേഷൻ എല്ലാം എടുത്തു നോക്കുമ്പോഴാണ് വൈച്ചു കയറി വന്നത്. വൈച്ചു ക്ലാസ്സിലെ? ത്രിലോക് ചോദിച്ചു. എക്സാം അല്ലേ? ഉച്ചയ്ക്കാണ്. അവൾ മടിയോടെ സോഫയിലിരുന്നു. താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം. ഫയൽസ് ടേബിളിലിട്ട് അവളുടെ അടുത്ത് ചെന്നിരുന്നു. വൈദു സംശയത്തോടെ നെറ്റി ഉയർത്തി. ത്രിലോക് ചുമലുയർത്തി താഴ്ത്തി. എന്താണ് മിസ്റ്റർ ത്രിലോക്? ജാദവ് രാംനാഥ്. നത്തിങ്. സംതിങ്? വൈദു ചോദിച്ചു. ത്രിലോക് അവളുടെ ഇടുപ്പിൽ കൈയിട്ട് അവനിലേക്ക് ചേർത്തി. വീട്. അവൾ കൈ ഉയർത്തി തടഞ്ഞു. ചുംബിക്കാൻ പോയ സ്ഥാനം മാറിപ്പോയി. ഛേ, എവിടെ ഉമ്മ വയ്ക്കുന്നേ? വൈദു മുഖം ചുളിച്ചു. പിന്നെ എൻ്റെ ലിപ്പ് ടച്ചാവാത്ത ഏതെങ്കിലും പാർട്ടുണ്ടോ നിന്റെ ബോഡിയിൽ? ത്രിലോക് എഴുന്നേറ്റ് നിന്ന് പോക്കറ്റിൽ കൈയിട്ടു. ഛേ, വൃത്തികെട്ടവൻ. വൈദു അവൻ്റെ തോളിൽ തല്ലിക്കൊണ്ട് എഴുന്നേറ്റു. ത്രിലോക് ആ ഓർമ്മയിൽ ഒന്ന് ചിരിച്ചു. റൂമിൻ്റെ വലിയ ചുമരിൽ വിവാഹ ഫോട്ടോ വലിയ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രിലോക് ബാത്റൂമിൽ കയറി കുളിച്ചു. എവിടെയാണ് തനിക്ക് പാളിയത്? അവൻ ഷവറിന് താഴെ മിഴികൾ അടച്ചു നിന്നു. ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പച്ചി വിളിക്കുന്ന കേട്ട് വേഗം ടവൽ ചുറ്റി പുറത്തേക്ക് ഇറങ്ങി. വൈദേഹിയുടെ അച്ഛനും അമ്മയും പോവാൻ നിൽക്കുന്നു. മോഹിനി അത്ര പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ത്രിലോക് വേഗം ഡ്രസ്സ് മാറി മുടി കൈകൊണ്ട് ഒതുക്കി വെച്ചു. അവൻ റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് നടക്കുമ്പോൾ കണ്ടു ശാന്തിയും ഭർത്താവും ബാഗ് പിടിച്ച് താഴേക്ക് ദൃഷ്ടിയൂന്നി നിൽക്കുന്നുണ്ട്. അമ്മയും അച്ഛനും എങ്ങോട്ടാ? ത്രിലോകിൻ്റെ മുഖം ഗൗരവമായി. അതെന്താ ത്രിലോക്, അവളുടെ ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ? അതാ അവർ ഇറങ്ങുന്നേ, സിമി പറഞ്ഞു. അമ്മ എങ്ങോട്ടാ? ത്രിലോക് ശാന്തിയുടെ കയ്യിൽ പിടിച്ചപ്പോൾ അവർ വീണ്ടും കരഞ്ഞു. നിൽക്കുന്നില്ല മോനെ, മോൻ നന്നായിട്ടിരിക്കെ. ത്രിലോകിൻ്റെ കവളിൽ ഒന്ന് തഴുകി. അച്ഛൻ വേച്ച് വെച്ച് ത്രിലോകിനെ പിടിച്ചു. അവൻ്റെ തലയിൽ തലോടി. ത്രിലോക് താഴേക്ക് നോക്കി. അച്ഛനും അമ്മയും എങ്ങും പോവരുത്. അതല്ല, ഞാനിങ്ങനെ ഉരുകി നിൽക്കുന്ന കണ്ടിട്ടും നിങ്ങൾക്ക് പോവാൻ തോന്നുന്നുണ്ടെങ്കിൽ പൊക്കോ, ഞാൻ തടയില്ല, ത്രിലോക് പറഞ്ഞു. ശാന്തിയും ഭർത്താവും ധർമ്മസങ്കടത്തോടെ പരസ്പരം നോക്കി. അത് തന്നെ ചേച്ചി, നല്ലത്. മോഹിനി അവരുടെ കയ്യിൽ പിടിച്ചു. നിങ്ങൾക്ക് പോകാറായില്ലേ? ത്രിലോക് രേഷ്മയ്ക്കും സിമിക്കും നേരെ തിരിഞ്ഞു. മോനി, നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട്, രേഷ്മ പറഞ്ഞു. ത്രിലോക് ഒന്ന് പുച്ഛിച്ചു. ഇതിലും വലിയ അവസ്ഥ വന്നപ്പോൾ നിങ്ങളെന്നെ നോക്കാതെ മറ്റൊരാൾക്കൊപ്പം കൂട്ടിയെടുക്കാൻ പോയില്ലേ? അപ്പോൾ ഇല്ലാത്ത വിഷമമൊന്നും ഇപ്പോഴും വേണ്ട, ത്രിലോക് പറഞ്ഞു. രേഷ്മ വിളറി വെളുത്തു. ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ അവർ തല താഴ്ത്തി. ത്രിലോക്, സ്വന്തം അമ്മയല്ലേ, തെറ്റുതിരുത്തി വന്നതല്ലേ, സിമി പറഞ്ഞു. ഇതൊക്കെ ഇവിടെ നിന്ന് പറയാൻ നീയാരാ? നിനക്കെന്താ എൻ്റെ ഫാമിലിയിലെ അവകാശം? ദേ, ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് കരുതി ഞങ്ങളുടെ ഫാമിലിയിൽ ഇടപെടാൻ രണ്ടാളും വന്നാൽ? ത്രിലോക് സിമിക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തി. ത്രിലോക് ശാന്തിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി മുറിയിലേക്ക് നടന്നു. അത് എൻ്റെ റൂമാ, സിമി പറഞ്ഞു. 2 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. ത്രിലോക് പറയുന്നേ അറിയാലോ. നിങ്ങളൊക്കെ ഇറക്കിവിടാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ വന്ന് എന്നെ തടഞ്ഞിരുന്നു. അപ്പോൾ അവളുടെ മുഖം വാടാതിരിക്കാൻ ഞാൻ ക്ഷമിച്ചു. ഇനി അതുണ്ടാവില്ല.
ത്രിലോക് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ സിമി വേഗം മുറിയിലേക്ക് പോയി. 2 മിനിറ്റിന് ശേഷം തൻ്റെ ബാഗുമായി അവൾ പുറത്തേക്ക് വരുമ്പോൾ രേഷ്മയെയും ഒന്ന് പാളി നോക്കി. രേഷ്മയുടെ കയ്യിൽ ബാഗ് കൊടുത്തിട്ട് സിമി ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ടത് വൈദുവിൻ്റെ ഫോട്ടോയാണ്. അതിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. പുറകെ രേഷ്മയും. അച്ഛനും അമ്മയ്ക്ക് റൂം കൊടുത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് ത്രിലോക് പുറത്തേക്കിറങ്ങി. അജി അവനെ കാത്തുന്ന പോലെ നിന്നു. വാ. ത്രിലോക് കീ വാങ്ങി. എങ്ങോട്ട്? അജി ചോദിച്ചു. എനിക്ക് ആ സ്ഥലമൊന്ന് കാണണം, ത്രിലോക് പറഞ്ഞു. അജി അവനെ തന്നെ ഉറ്റുനോക്കി. മുഖത്ത് അതേ ഗൗരവം തന്നെ. കണ്ണിനടിയിൽ കറുപ്പ് ബാധിച്ചിട്ടുണ്ട്. നീണ്ടു വളർന്ന തലമുടി ഒന്ന് ചീകിയിട്ട് പോലുമില്ല. ഞാൻ ഡ്രൈവ് ചെയ്യാം. അജി അവൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി. ടൗണിൽ നിന്ന് കുറേ ദൂരം കഴിഞ്ഞ് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കാർ പാഞ്ഞു. ത്രിലോക് ചുറ്റും വീക്ഷിക്കുന്നുണ്ട്. എത്താറായോ? ത്രിലോക് ചോദിച്ചു. അജി ഇല്ലെന്ന് തലയനക്കി. നേരെ നോക്കുമ്പോൾ കാണുന്ന വലിയ മലയിലേക്ക് കാറെടുത്തു. പിന്നെയും കുറച്ചു ദൂരം പോയാണ് കാർ നിന്നത്. അജി ഇറങ്ങുന്നതിന് മുമ്പേ ത്രിലോക് ഇറങ്ങി. അവൻ ചുറ്റും നോക്കി. ദാ ഇവിടെ. അജി ഇറങ്ങി കാറിൻ്റെ കുറച്ച് മുന്നിൽ വന്ന് നിന്നു. ത്രിലോക് അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ? ഇവിടെ എന്തിനാ വായിച്ചു വന്നത്? ത്രിലോക് ചോദിച്ചു. അച്ഛനെയും അമ്മയും കാണാനാണെന്ന് തോന്നുന്നു. ഈ വഴി ഇടുക്കിയിൽ നിന്ന് 2 KSRTC മാത്രമേ വരൂ. അതും ഓർഡിനറി. പിന്നെ കുറേ ടൂറിസ്റ്റും വരും, അജി പറഞ്ഞു. ത്രിലോക് അവിടെ നിലത്തേക്ക് ഇരുന്നു. എങ്ങനെയായിരുന്നു? ത്രിലോക് കണ്ണു നിറഞ്ഞപ്പോൾ നോട്ടം മാറ്റി. താഴേക്ക് നോക്കിയാൽ സിറ്റി മുഴുവനായി കാണാം. ദാ ഇവിടെ. നിയന്ത്രണം തെറ്റി വന്നിടിച്ചതാണ്. ഇടിച്ചുടനെ കാറ് കത്തി. അജി റോഡിലെ സൈഡിലുള്ള പാറയിലേക്ക് കൈ ചൂണ്ടി. അവൾ ഇറങ്ങിയില്ലേ? ഇറങ്ങാൻ മേലായിരുന്നു അവൾക്ക്. ത്രിലോക് എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ശബ്ദം ഇടറി. ഡാ. അജി വേഗം വന്ന് അവനെ പിടിച്ചു. എനിക്ക് തോന്നുന്നില്ല അവളെ ആരോ അപകടപ്പെടുത്തിയതാണ്. അല്ലാതെ? ത്രിലോക് പറഞ്ഞു. ആവാം. നമുക്ക് അന്വേഷിക്കാം. നീ വന്ന് കയറ്. അജി അവനെ ബലമായി പിടിച്ച് കാറിൽ കയറ്റി. കാറ് പോകുമ്പോഴൊക്കെ അജി ഇടയ്ക്കിടെ അവനെ നോക്കി. ഡോറിൽ തലചാരി വെച്ച് പുറത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. അജി ഒന്ന് നിശ്വസിച്ചു. തിരിച്ചു വരുമ്പോൾ ശാന്തി ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. മോനെന്താ വൈകിയത്? ശാന്തി ചോദിച്ചു. ഞാൻ വേറെ സ്ഥലം വരെ പോയി. ത്രിലോക് വാമറച്ച് പിടിച്ചു. ശാന്തി മുഖം ചൊളിച്ചു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവിടെ വ്യാപിച്ചു. മോൻ കഴിച്ചു? അമ്മ കിടന്നു, ത്രിലോക് പറഞ്ഞു. അകത്തേക്ക് കയറി ശാന്തി കണ്ണുകൾ തുടച്ചു. കുറച്ച് കുടിച്ചിട്ടുണ്ട്, അജി പറഞ്ഞു. അജി അവരെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി. അമ്മ കഴിച്ചു കിടന്നിട്ടുണ്ട്. വൈകുമെന്ന് പറഞ്ഞിരുന്നു. അജി തിരികെ ഫ്ലാറ്റിലേക്ക് പോകണോ വേണ്ടോ എന്ന് സംശയിച്ചു നിന്നു. അവിടെ നെമിയും അനിയനും ഒറ്റയ്ക്കാണ്. അമ്മയാണെങ്കിൽ അവളുടെ കാര്യം പറഞ്ഞത് മുതൽ തന്നോട് മിണ്ടുന്നില്ല. അജി ത്രിലോകിൻ്റെ ഡോറിൽ തട്ടി. തുറന്നില്ല. അവൻ വീണ്ടും തട്ടി നോക്കി. തുറക്കാതായപ്പോൾ മെല്ലെ തള്ളി നോക്കി. ഡോർ ഓപ്പണാണ്. അകത്തേക്ക് കയറിയ അജി ആ കാഴ്ച കണ്ട് നിന്നു. വയലുവിൻ്റെ ഫോട്ടോക്ക് താഴെ കയ്യിൽ വളരെ ചെറിയ പ്ലാസ്റ്റിക് ഹോസ് വലിച്ചു കെട്ടി അതിൻ്റെ മറ്റൊരറ്റം വായിൽ കടിച്ചു പിടിച്ച് അവൻ കയ്യിലെ ഞരമ്പിലേക്ക് സിറിഞ്ചിറക്കി. മരുന്ന് സിറിഞ്ചിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയതും അവൻ വായിൽ നിന്നും ഹോസിൻ്റെ പിടിവിട്ടു. ഒരുതരം ഉന്മാദാവസ്ഥയിൽ ചിരിച്ചുകൊണ്ട് നിലത്തേക്ക് കിടന്നു. ഡാ. അജി അവനെ ഓടിപ്പോയി പിടിച്ചു. എന്താടാ ഇതൊക്കെ? ത്രിലോക് വല്ലാതെ ചിരിച്ചു. ഒരുതരം സന്തോഷം അവനിൽ നിറഞ്ഞു. അവൾ ഇപ്പോൾ വരും. ത്രിലോക് ചിരിയോടെ മിഴികൾ പൂട്ടി. അജി പാപ്പോടെ എഴുന്നേറ്റു. പുറത്ത് എത്രയോ തവണ ത്രിലോക് പോയിരിക്കുന്നു. കേരളം വിട്ട്, ഇന്ത്യ വിട്ട്. എന്നിട്ട് ഇതുപോലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. താനതിന് മുതിർന്നാൽ തന്നെ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളവൻ. അജി അവനെ എടുത്ത് ബെഡിൽ കിടത്തി. മനസ്സിൽ ഒരുതരം മരവിപ്പ്. വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഫ്ലാറ്റിൽ ചെന്നിട്ടും അവൻ അസ്വസ്ഥമായി. കണ്ണിൽ കണ്ടതെല്ലാം എടുത്തെറിഞ്ഞു. ഫ്രിഡ്ജിൽ ഒരൊറ്റ ബോട്ടിൽ പോലുമില്ല. അജി തലപൊത്തി പിടിച്ച് സെറ്റിയിലേക്ക് ഇരുന്നു. ഇല്ല. മനസ്സ് സ്വസ്ഥതയില്ലാതെ പുകയുന്നു. അജി വേഗം എഴുന്നേറ്റ് നെമിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു. ഡോറിനടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള ബഹളം കേൾക്കാം. നാണമില്ലേ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ? ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇങ്ങനെ അഴിഞ്ഞാടി ജീവിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്ക്. ബീജയുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. അജി ദേഷ്യം അടക്കി. കോളിംഗ് ബെൽ അമർത്തി. അകത്തെ ബഹളം നിലച്ചു. പിന്നെയും 1 മിനിറ്റ് കഴിഞ്ഞാണ് ഡോർ തുറന്നത്. നെമിയുടെ കരഞ്ഞു വരങ്ങി കണ്ണുകൾ കണ്ടതും നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഞാൻ നിനക്കാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് തന്നത്, അല്ലാതെ മറ്റാർക്കുമല്ല. നിനക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ മാത്രം നിൽക്കണം. അല്ല ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കോണം. അജി ഉറക്കെ പറഞ്ഞതും വിജിയുടെയും വിമലയുടെയും മുഖം താഴ്ന്നു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നെമി ഇടർച്ചയോടെ പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ളവരോട് പോവാൻ പറയുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ? അജി ഭീഷണിയോടെ പറഞ്ഞതും വിജിയും വിമലയും വേഗം പുറത്തേക്ക് ഇറങ്ങി. അവർ ഇറങ്ങിയതും അജി ഡോറടച്ചു. തല കൈകളിൽ താങ്ങി സെറ്റിൽ വന്നിരുന്നു. അജി സാർ. നെമി അവൻ്റെ കൈകളിൽ പിടിച്ചു.
അജി കൈ രണ്ടും മായ്ച്ച് അവളുടെ വയറിൽ മുഖമമർത്തി എല്ലാം പറഞ്ഞു. എന്നിട്ട് നിയമി ചോദിച്ചു. ഇപ്പോൾ എന്തു പറഞ്ഞാലും തലയിൽ കയറില്ല. മയങ്ങി വീണിരിക്കുക. അജി അവളുടെ വയറിൽ നിന്ന് മുഖം മാറ്റി. നാളെ എന്തായാലും ഇതേക്കുറിച്ച് സംസാരിക്കുക, നിയമി പറഞ്ഞു. വിഷ്ണു ഉറങ്ങിയോ? അജി ചോദിച്ചു. ഇവിടെ എന്താ പ്രശ്നം? അമ്മായി അമ്മാവനെ നിർബന്ധിച്ച് മോഹിനി മേഡത്തെ കാണാൻ പറഞ്ഞേക്കുന്നുണ്ട് വിജി ചേച്ചിക്ക് വേണ്ടി, നിയമി പറഞ്ഞു. ആദ്യം എനിക്ക് താല്പര്യം തോന്നണ്ടേ? അജിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചേച്ചിക്ക് മറക്കാൻ പറ്റുന്നില്ലെന്ന് നിയമി തലതാഴ്ത്തി. സെറ്റിൽ വിരലുകൾ കൊണ്ട് ചുരണ്ടുന്നുണ്ട്. അജി അവളെ നോക്കിയിരുന്നു പോയി. മറക്കണ്ട, ഓർക്കുകയും വേണ്ട, അജി പറഞ്ഞു. കഴിച്ചോ? നിയമി ചോദിച്ചു. ഇല്ല. നീയോ? ഇല്ല. ത്രിലോകിനെ കുറിച്ച് ഓർക്കുമ്പോൾ അജി നെറ്റിയിൽ തിരുമ്മി. സാറിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തവസ്ഥ? അജി ചൂടായി. അത് ഞാൻ പറയണോ? ത്രിലോക് സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ നല്ല കാര്യങ്ങളാണോ? ജീവിതത്തിൽ കടന്നുപോയ സ്ത്രീകളൊക്കെ ദുഷ്ടരായിരുന്നു. എന്നാൽ വൈദേഹി വന്നതിന് ശേഷം സാറിന് സ്ത്രീകളുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയില്ലേ? ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ട് വന്നത് വൈദേഹിയല്ലേ? ഭാര്യയെ പ്രണയിച്ച് ജീവന് തുല്യം സ്നേഹിച്ചു. സാറിൻ്റെ ലോകം തന്നെ വൈദേഹിയിലേക്ക് ചുരുങ്ങി. അങ്ങനെയുള്ളപ്പോൾ ആ ലോകം നഷ്ടപ്പെട്ടാൽ സാറെന്ത് ചെയ്യും? അതുപോട്ടെ, സാറിൻ്റെ സ്ഥാനത്ത് അജി സാറാണെങ്കിൽ എന്തു ചെയ്യും? നിയമി ചോദിച്ചു. അജി അവൾ പറഞ്ഞതിന് മുമ്പിൽ ഒന്ന് പകച്ചു. ശരിക്കും വന്ന് എന്താ ഉണ്ടായത്? നിയമി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അജിയും ആദിനും ഓർത്തു. ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആദിനം. ആര് ചതിച്ചു? ആർക്ക് വേണ്ടി? അറിയില്ല. അന്ന് ഓഫീസിൽ നിന്ന് തിരികെ പോയത് ത്രിലോക്. ചെന്നൈയിൽ അന്ന് കണ്ട പെൺകുട്ടികളിൽ ഒരാൾ അത്യാവശ്യമായി അവനെ കാണണമെന്ന് പറഞ്ഞു. ത്രിലോക് വീട്ടിൽ പോവാതെ ആ പെൺകുട്ടിയെ കാണാൻ പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും ആ കുട്ടി മരിച്ചിരുന്നു. അപ്പോൾ തന്നെ പോലീസും എത്തി. രക്ഷിക്കാൻ ചെന്ന ത്രിലോക് ആ കുട്ടിയെ കൊന്നതായ കേസ് ആ പെൺകുട്ടി മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പോലീസിനെ വിളിച്ചു പറഞ്ഞത്രേ. ത്രിലോക് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന്. പിന്നെ 6 മാസം ജയിലിൽ. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും CCTV ഫൂട്ടേജെല്ലാം ചെക്ക് ചെയ്ത് കേസ് അന്വേഷിച്ചു വന്നപ്പോൾ ത്രിലോകിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. അവന് ജാമ്യം കിട്ടി. എന്നാൽ പുറത്തിറങ്ങാൻ വെറും ഒരാഴ്ച ബാക്കി നിൽക്കെ വൈദേഹി മരിച്ചു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അവൾ എന്തിനാ ആ ഫോറസ്റ്റ് വഴി പോയതെന്ന്, അജി പറഞ്ഞു. മരിച്ചതാണെന്ന് ഉറപ്പാണോ? കൊന്നതായിക്കൂടെ? നിയമി പറഞ്ഞു. ആയിക്കൂടെ എന്നല്ല, കൊന്നതാണ്. സത്യം, എനിക്ക് ചില സംശയങ്ങളുണ്ട്. പക്ഷേ അത് ത്രിലോകിനോട് പറഞ്ഞാൽ രേഷ്മ ആൻറ്റിയും സിമി ആൻറ്റി ആണോ? നിയമി ചോദിച്ചു. ഡൗട്ടാണ്. മാത്രമല്ല അന്വേഷിച്ചു വരുമ്പോൾ അവർക്കെതിരെയാണ് തെളിവുകൾ. ത്രിലോക് സാർ അറിഞ്ഞാൽ കൊല്ലും രണ്ടാളെയും. പിന്നെ കൊല്ലണ്ടേ? പക്ഷെ വേറെ ആരുടെയോ സഹായം അവർക്കുണ്ടായിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? മാത്രമല്ല രേഷ്മ ആൻറ്റിക്കും സിമിക്കും നേരിട്ട് പങ്കുള്ള പോലെ തെളിവൊന്നുമില്ല. വെറുതെ ഊഹത്തിൻ്റെ പേരിൽ അവരെ കുറ്റവാളിയാക്കാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും? നിയമി ചോദിച്ചു. ചെയ്യാം, നീ കഴിക്കാൻ എടുത്തു വെക്ക്. അജി എഴുന്നേറ്റു. ഇയാളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ കെട്ടിയോളാണെന്ന്. ഇഷ്ടമുണ്ടെങ്കിലും അത് പറയത്തില്ല. നിയമി പിറുപിറുത്ത് ഫുഡെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ടാണ് ത്രിലോക് കണ്ണുകൾ തുറന്നത്. തലയ്ക്ക് വല്ലാത്ത ഭാരം. അവൻ പിടപ്പോടെ എഴുന്നേറ്റ് താഴെ കിടക്കുന്ന സിറിഞ്ച് നോക്കി. ഇന്നലെ രാത്രി എന്താണ് ഉണ്ടായതെന്ന് ആലോചിച്ചെങ്കിലും ഒന്നും ഓർമ്മ വന്നില്ല. ഫോൺ പിന്നെയും ബെല്ലടിച്ചു. ത്രിലോക് നോക്കിയപ്പോൾ അജിയാണ്. അറ്റൻഡ് ചെയ്തപ്പോൾ ഉടനെ തന്നെ ഓഫീസിൽ എത്താൻ പറഞ്ഞു. ഫ്രഷായി സാധാ ഒരു ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ചു. നനഞ്ഞ മുടി കൈകൊണ്ട് ഒതുക്കി വെച്ചു. കണ്ണാടി പോലും നോക്കാതെ ടേബിളിൻ്റെ വലിപ്പിൽ നിന്നും സിറിഞ്ചും മരുന്നും എടുത്ത് കയ്യിൽ പിടിച്ചു. ഇപ്പോൾ ഇതില്ലാതെ പറ്റില്ല. വേഗം പുറത്തേക്ക് ഇറങ്ങി. കഴിക്കുന്നില്ലേ മോനെ? ശാന്തി ചോദിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോഴും കണ്ണീർ വറ്റാത്ത അവരുടെ കണ്ണുകൾ. വേണ്ട. അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. വേഗം പുറത്തേക്ക് ഇറങ്ങി. തന്നെയാണ് കാർ എടുത്തത്. ഡ്രൈവ് ചെയ്തിട്ട് കുറേയായി. സ്റ്റിയറിങ്ങിൽ കൈവച്ചതും കണ്ണുകൾ നിറഞ്ഞു. വായിച്ചുവിനെ നിർബന്ധിച്ച് ഡ്രൈവിംഗ് പഠിപ്പിച്ചതാണ് ഓർമ്മ വന്നത്. ഇറുക്കെ പിടിച്ച് മടിയിലിരുത്തിയപ്പോൾ വിരലിലൂടെ നോക്കിയ പെണ്ണിൻ്റെ കണ്ണുകൾ. ത്രിലോക് സ്റ്റിയറിങ്ങിൽ തലവെച്ചു. ഓഫീസിലേക്ക് അവൻ ചെന്നപ്പോൾ അജി കണ്ണുമിഴിച്ചു നിന്നു. റെഡ് ബ്ലാക്ക് ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും അലസമായ തലമുടിയും. ഇതെന്ത് കോലമാടാ? അജി ചോദിച്ചു. വായിച്ചു പോയിട്ട് ഒരാഴ്ച പോലും തിരിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് എന്തിനാ ഇങ്ങനെയൊരു മീറ്റിംഗ്? ത്രിലോക് ചോദിച്ചു. വായിച്ചു പോയ നഷ്ടം നമുക്കാണ്. പക്ഷേ ഇവിടെയുള്ള എംപ്ലോയീസിന് അവരുടെ ലൈഫ് കൂടി നഷ്ടപ്പെടുത്തരുത്, അജി പറഞ്ഞു. ത്രിലോകിനെ എല്ലാവരും അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. മിയ, മീറ്റിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? അജി ചോദിച്ചു. ടൈമായി. വാടാ. ഞാനില്ല. ത്രിലോക് നേരെ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവിടെ ഉള്ളിലേക്ക് കയറിയതും അവൻ ചിരിച്ചുപോയി. തൻ്റെ സീറ്റിൻ്റെ പുറകിലുള്ള ചുമരിൽ രണ്ടാളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഫോട്ടോയാണ്. അതും
അത്യധികം പ്രണയത്തോടെ. ഒരിക്കൽ ഓഫീസിൽ വന്നപ്പോൾ വിജി തന്നെ നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ കൊണ്ടുവച്ച ഫോട്ടോയാണ്. അവനതിൽ ഒന്ന് തഴുകി. അതിലെ വൈദുവിൻ്റെ മുഖത്ത് മതിവരാതെ ഒന്ന് തഴുകി. ജീവിക്കാൻ കൊതിപ്പിച്ചിട്ട് പോയല്ലേ നീ കള്ളത്തി. വൈകാതെ നിന്റെ അടുത്തേക്ക് ഞാൻ വരും. ഇവിടെ ചില കണക്കൊക്കെ ഉണ്ട്. കാണാതെ ഇരിക്കാൻ പറ്റണില്ല പെണ്ണെ. അവൻ ആ ഫോട്ടോയിലേക്ക് തലമുട്ടിച്ചു. ത്രിലോക് വേഗം പോക്കറ്റിൽ നിന്ന് സിറിഞ്ചും മരുന്നും പുറത്തെടുത്തു. വേഗം ക്യാബിനിൽ നിന്ന് ഒരു ചരടിനോ കയറിനോ വേണ്ടി തിരഞ്ഞു. ഒന്നും കിട്ടാതായപ്പോൾ ജീൻസിൻ്റെ ബെൽറ്റ് അഴിച്ചെടുത്തു. ചെയർ അവളുടെ ഫോട്ടോയിലേക്ക് എതിരെ വെച്ചിരുന്നു. കയ്യിലൊരു ബെൽറ്റ് മുറുക്കി കെട്ടി ഒരു ഭാഗം വായിൽ കടിച്ചു പിടിച്ചു. സിരിഞ്ചിൽ പകർത്തി വെച്ച മരുന്ന് കയ്യിലേക്ക് കുത്തിവെക്കുമ്പോഴേക്കും അജി വന്ന് തട്ടിക്കളഞ്ഞു. നിനക്ക് പ്രാന്തായോ? അജി ദേഷ്യത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്കിത് ഇപ്പോൾ വേണമെടാ. അവൾ പോയതിന് ശേഷം ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്കേ അറിയൂ. ഇതില്ലാതെ പറ്റത്തില്ല. ഇത് യൂസ് ചെയ്ത അവൾ വരുമെടാ. വല്ലാത്ത ആവേശത്തോടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനെ കണ്ടപ്പോൾ സഹതാപം തോന്നിപ്പോയി. അവൾ വരും. എൻ്റെ കൺമുന്നിൽ എന്നോട് സംസാരിക്കും. എന്നെ കിസ് ചെയ്യും. ചിലപ്പോൾ കൊഞ്ചും, ചിലപ്പോൾ പിണങ്ങും. ഒരാഴ്ചയായിട്ടും പെണ്ണിനൊരു മാറ്റവുമില്ല. ത്രിലോക് താഴെ വീണ സിറിഞ്ച് കയ്യിലെടുക്കുമ്പോൾ ചിരിയോടെ പറഞ്ഞു. അജി പിന്നെ അവനെ തടയാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നോടെ തിരിഞ്ഞു നോക്കി. ചാരി നിന്ന് കയ്യിലേക്ക് സിറിഞ്ച് കുത്തിയിറക്കി. ചിരിയോടെ താഴേക്ക് ഇരിക്കുന്നവനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വേഗം ഫോണെടുത്തു. അർഷാദ്, എത്രയും വേഗം തെളിയിക്കാൻ പറ്റുമോ അത്രയും വേഗം തെളിയിക്കണം. ഇനി അധികം സമയമില്ല. അജി ദേഷ്യത്തോടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയായി. അജി ത്രിലോകിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ സെറ്റി കിടക്കുന്നുണ്ട് അവൻ. ഡാ, അജി വിളിച്ചു. ത്രിലോക് പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുറന്നു. വാ, കഴിക്കണ്ടേ? അജി വിളിച്ചു. വേണ്ട. ത്രിലോക് എഴുന്നേറ്റ് വൈദുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഫോണിലേക്ക് ഒന്ന് നോക്കി, പിന്നെ അജിയെ നോക്കി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നവനെ അജി സാഹൂതം നോക്കി. തിരിച്ചൊരു ചിരിയോടെ വന്ന് ത്രിലോക് അവൻ്റെ മുന്നിൽ നിന്നു. അജി നെറ്റി ചുളിച്ചു. വൈച്ചു എവിടെയോ ഉണ്ട്, ത്രിലോക് പറഞ്ഞു. നീ വീണ്ടും ആ സാധനം കുത്തിക്കയറ്റിയോ? അജി അരിശം പൂണ്ടു. അല്ലേടാ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പ്രസൻസ് കിട്ടും. അവർ കൂടെ ഉള്ള പോലെ തോന്നും. പക്ഷേ വൈച്ചു, അവൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ എന്തൊക്കെയോ പറയുന്നേ? വൈദേഹിയുടെ ബോഡി ഞങ്ങൾ കണ്ടതാ. പിന്നെ ആ ഓർണമെൻസും, അജി പറഞ്ഞു. ത്രിലോക് ഒന്ന് ചിരിച്ചു. നിങ്ങൾക്കെങ്ങനെ ആ ഓർണമെൻറ്റ്സ് കിട്ടി? ഗോൾഡിനും സിൽവറിനും ഒരു കംപ്ലൈൻറ്റ് കൂടാതെ? അജി അത് ശരിയാണെന്ന മട്ടിൽ ആലോചിച്ചു നിന്നു. കാര്യങ്ങളൊന്നും ഒരു ജോയിൻ്റ് ആവാത്ത പോലെ എന്തൊക്കെയോ എവിടേക്കോ മിസ്സാവുന്നു, ത്രിലോക് പറഞ്ഞു. പക്ഷേ എന്തിന്? മരിച്ചിട്ടില്ലെങ്കിൽ വൈദേഹിക്ക് നമ്മുടെ മുന്നിൽ വന്നൂടെ? അജി ചോദിച്ചു. അങ്ങനെ വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, അജി പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട്. ഉടനെ തന്നെ ഞാനത് കണ്ടുപിടിക്കും. ത്രിലോക് അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അജി അവൻ പോകുന്നത് നോക്കി നിന്നു. ഈശ്വര, അവൻ പറയുന്ന പോലെ അവളെവിടെയെങ്കിലും ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു, അജി പറഞ്ഞു. ത്രിലോകിൻ്റെ കാർ ആ ഫോറസ്റ്റ് വഴി വീണ്ടും പാഞ്ഞു. ആ വഴി എത്തുന്നതിന് മുമ്പുള്ള ജംഗ്ഷനിലെ സ്റ്റുഡിയോയിൽ നിന്ന് അവനെ കാത്തുനിന്ന മുരുകനും കൂട്ടാളികളും ഇറങ്ങി വന്നു. ത്രിലോക് സാർ. ത്രിലോക് കാറ് സൈഡാക്കി ഇറങ്ങി. എന്തായി? ത്രിലോക് അവരോടൊപ്പം സ്റ്റുഡിയോയിൽ കയറി. സാർ, മേഡം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് 2 വാഹനങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. ഒരെണ്ണം ഇവിടെയുള്ള ഓട്ടോയാണ്. അയാൾ ഇവിടെ തന്നെയുള്ള ആളാണ്. എന്നും ആ സമയത്ത് തന്നെയാണ് അയാൾ പോകുന്നത്. അതുകൊണ്ട് അയാളെ സംശയമില്ല. പക്ഷെ മേഡം പോകുന്നതിന് ഏകദേശം 7 മണിക്കൂർ മുമ്പ് ഒരു ടാറ്റ സുമോ ഇവിടെ നിന്ന് അകലെയുള്ള ഒരു ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. രാത്രി അങ്ങനെ ആരും ഇതിലെ ട്രാവൽ ചെയ്യില്ല. ഇരുട്ടായാൽ ഇതിലെ ആനയും പുലിയും ഒക്കെ ഇറങ്ങും. ഈ ടാറ്റ സുമോ ഡൗട്ടാവാൻ കാരണം? ത്രിലോക് നെറ്റി ചുളിച്ചു. അത് 2 സ്ത്രീകളാണ് സാർ. പിന്നെ അവർ പർദ്ദ യൂസ് ചെയ്താ വന്നത്. ആ ഹോട്ടലിലെ CCTV ഫുട്ടേജ് നോക്കിയപ്പോൾ അവർ മേഡം ഈ വഴി പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് അവിടെ നിന്നും ഇറങ്ങി. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത്, മുരുകൻ പറഞ്ഞു. ഹോട്ടലിലെ അവരുടെ അഡ്രസ്സ്? ത്രിലോക് ചോദിച്ചു. ഫേക്കാണ് സാർ, മുരുകൻ പറഞ്ഞു. ആ വണ്ടിയോ? തിരയുന്നുണ്ട് സാർ. പക്ഷേ ഒരു ഡൗട്ട് കൂടിയുണ്ട്, മുരുകൻ പറഞ്ഞു. എന്ത്? ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് ഈ സംഭവം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ടൗണിൽ നിന്ന് ഇങ്ങോട്ടൊരു ഓട്ടം കിട്ടി. അതിന്? ത്രിലോക് ചോദിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ 2 ആളുണ്ട്. ഈ ഓട്ടോ ആണെങ്കിൽ അകലെയുള്ള ഹോട്ടലിലും പോയിട്ടില്ല. മുരുകൻ സ്ക്രീനിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞപ്പോൾ ത്രിലോക് അതിലേക്ക് നോക്കി. അവൻ പകച്ചു. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. കൈ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ചെയറിൽ ശബ്ദമില്ലാതെ ഇടിച്ചു. ഐ ഫൗണ്ട് ദ ബ്ലാക്ക് ഷീപ്പ്. ത്രിലോക് അതും പറഞ്ഞ് ചാടി എഴുന്നേറ്റു. കാറിൽ പായുമ്പോൾ ത്രിലോകിൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉദിച്ചു. വേഗം ഫോണെടുത്ത് അജയ് വിളിച്ചു. ഉടനെ കാണണമെന്ന് പറഞ്ഞു.